ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലുവേ. ചൊല്ലുവനെങ്കിൽ അങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയനവരജൻ തന്നോടു പമ്പാസരസ്ഥടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിയിടിനാൻ. ക്രോശമാത്രം വിശദം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം. ഉത്ഫുലപത്മകൽഹാരകുമുദ നീലോൽപലമണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദകോകിലകുക്കുടകോയഷ്ടി സർപ്പസിംഹവ്യാഘ്രസൂകരസേവിതം. പുഷ്പലതാ പരിവേഷ്ടിത പാദപസൽഫലസേവിതം സന്തുഷ്ടജന്തുകം. കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിങ്കലും തീർത്തു മന്ദം നടന്നേടിനാർ. ഹനുമത് സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യഭൂഗാദ്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തൊടും. സീതാവിരഹം പൊരാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും. ആധി കലർന്നു നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞുത്തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിടിനാൻ, ആരീ വരുന്നതിരുവർ സന്നദ്ധരായി. നേരെ ധരിച്ചു വരിക നീ വേഗേന, ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലീ. വിക്രമമുള്ളവരെത്രയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീ ഒരു വിപ്രവേശം പൂണ്ടവരോടു വായുസുതാ ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ. ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിൽ, അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ദസ്മേര സംജ്ഞയാ മിത്രമെന്നുള്ളതുമെന്നോടു ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം. അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർതൃപാദാംബുജം.
കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അംഗജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിലാഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കുമർക്ക നിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നിയേ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാമഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങളുദ്യതൗലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകുന്ന നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലോരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയം മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനെന്നുട നാമം ദശരഥ ഭൂമി ബാലേന്ദ്ര തനയനിവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനേ ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യേ വസിക്കുന്ന നാളതിചണ്ഡനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീനവളയൊരിടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീയാരടോ സഖേ ചൊല്ലിയിടുകെന്നതു കേട്ടൊരു മാരുതേ ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാകെ വസിക്കുന്നിതത്ര രഘുപതേ മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കപീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ
നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ ഹാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർക്കുമരികളെ. വേല ചെയ്യാമതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസ്സെങ്കിലെഴുന്നള്ളുകുൾ താപമെല്ലാം അകലും ദയാനിധേ. എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലം മാറുമാരുതീ. പോകമമ സ്കന്ധമേറിയിടുവിൻ നിങ്ങൾ ആകുലഭാവമകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു കണ്ടു പല നേത്രനനുവാദവും ചെയ്തു. ശാരികപ്പൈത്തലെ ചാരുശീലെ വരിക ആരോമലെ കഥാശേഷവും ചൊല്ലുനീ. വീണ്ടും പൈങ്കിളിയെ വിളിക്കുകയാണ് കഥ പറയാൻ. ചൊല്ലുവൻ എങ്കിൽ അങ്ക അരി. അങ്കൻ കാമദേവൻ, കാമദേവന്റെ ശത്രുവായിട്ടുള്ള ശങ്കരൻ വല്ലഭയോട് പാർവതീദേവിയോട് അരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയൻ അവരജൻ തന്നോട്, അവരജൻ അനുജനായ ലക്ഷ്മണൻ തന്നോട് പമ്പാസരസ്തടം, പമ്പാസരസിൻ്റെ അടുത്തുള്ള ഒരു തടത്തിൽ ലോകമനോഹരം, വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പമ്പാസരസിൻ്റെ അവിടെ സംപ്രാപ്യ, അവിടെ എത്തിയപ്പോൾ വിസ്മയം പൂണ്ട് അരുളീടിനാൻ. വിസ്മയത്തോടുകൂടെ ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. ക്രോശമാത്രം, ഒരു വിളിപ്പാടകലെ വിശദം, വിസ്താരമായ വിശദ അമൃതം, ഒരു തടാകം കാണുകയാണ്. ക്ലേശവിനാശനം ജന്തുപൂർണ്ണ സ്ഥലം. അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആകെ ഒരു ഉല്ലാസം തോന്നുന്ന വിധത്തിലുള്ള, മനസ്സിന് സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലം. ജന്തുപൂർണ്ണ സ്ഥലം, ഒരുപാട് ജന്തുക്കളുള്ള ഒരു സ്ഥലം. ഇനി അവിടെയുള്ള മറ്റുള്ള വൃക്ഷലതാദികളെയൊക്കെ പറയുന്നു. ഉത്ഫുല്ലം, നല്ല വിടർന്ന പത്മം, താമര, കൽഹാരം, സൗഗന്ധിക പുഷ്പം, കുമുദം, ആമ്പൽപ്പൂവ്, നീലോൽപ്പലം, നീലത്താമര, കരിങ്കൂവളപ്പൂവ്, ഇവയാൽ മണ്ഡിതം, അലങ്കരിക്കപ്പെട്ട ആ ഒരു തടാകവും, ഒപ്പം പക്ഷിമൃഗാദികളെ കുറിച്ച് പറയുന്നു. ഹംസം, അരയന്നങ്ങൾ അങ്ങനെ ഒഴുകി നടക്കുന്നു. കാരണ്ടവ, കുളക്കോഴി, ഷഡ്പദങ്ങൾ, ഷഡ്പദം എന്നാൽ വണ്ട്, കോകിലം, കുയിൽ, കുക്കുടം, കോഴി, കോയഷ്ടി, നീർക്കോഴി, പിന്നെ മൃഗങ്ങൾ സർപ്പം, സിംഹം, വ്യാഘ്രം, സൂകരം, പന്നി, ഇവയാൽ സേവിക്കപ്പെട്ട ആ ഒരു പരിസരം. പുഷ്പലതാ പരിവേഷ്ടിതം, ഒരുപാട് പുഷ്പങ്ങൾ നിറഞ്ഞ വള്ളിച്ചെടികളാൽ പരിവേഷ്ടിതം. പാദപങ്ങൾ, ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. സത്ഫലസേവിതം, എല്ലാറ്റിലും നിറയെ പഴങ്ങളുണ്ട്. സന്തുഷ്ട ജന്തുക്കം, എല്ലാ ജന്തുക്കളും സന്തോഷത്തോടെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു സ്ഥലം കണ്ട് കൗതൂഹലം പൂണ്ട് തണ്ണീർ കുടിച്ചു. ആ തടാകത്തിലിറങ്ങി വെള്ളം കുടിച്ച് ഇണ്ടലും തീർത്തു, ക്ഷീണമൊക്കെ തീർത്ത് മന്ദം നടന്നിടിനാർ. അങ്ങനെ അവർ മന്ദം മുന്നോട്ടുപോയി. ഹനുമത് സമാഗമം. കാലേ വസന്തേ, ഇപ്പോൾ വസന്തകാലമാണ്. സുശീതളേ ഭൂതലേ, വസന്തകാലം, ഭൂമി ആകെ ഒരു കുളിരുകോരുന്ന അവസ്ഥയാണ്. നല്ല ഒരു കാലാവസ്ഥയായിരിക്കും. ഭൂലോകപാല ബാലന്മാർ, ക്ഷത്രിയന്മാരായ ആ രാമലക്ഷ്മണന്മാർ ഇരുവരും ഋഷ്യമൂകാദ്രി പാർശ്വസ്ഥലേ, അതിൻ്റെ ആ താഴെ ഭാഗത്തായിട്ട് സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു, ദീർഘനിശ്വാസം വിട്ടു ആ ദുഃഖത്തെ കാണിക്കുകയാണ്. വിപ്രലാപത്തോടെ ഭഗവാൻ കരയുന്നുണ്ട്. സീതാവിരഹം പൊറാഞ്ഞ് കരകയും
ചൂതായുധ ആർത്തി. ചൂതായുധൻ കാമദേവൻ. കാമദേവനാൽ പരവേശിതനായിട്ട് അതുകൊണ്ട് തന്നെ മുഴുത്തു പറയുകയും സീതയോടുള്ള ആ സ്നേഹം, അവർ ഒരുമിച്ച് ജീവിച്ചിരുന്നപ്പോഴുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ കരഞ്ഞ് ആധി കലർന്ന് നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും. അപ്പൊ ഇത് ആ പർവ്വതത്തിൻ്റെ മുകളിലിരുന്നിട്ട്, ആ പരിസരത്ത് ഇരുന്നിട്ട് ദിനകരപുത്രനായിട്ടുള്ള സുഗ്രീവൻ ഇത് കാണുന്നുണ്ട്. സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രമേറിയിടിന, ഒരുപാട് മുകളിൽ അങ്ങോട്ട് പോയി. എന്നിട്ട് മാരുതിയോട് ഭയേന ചൊല്ലിയിടിനാൻ, ആരീ വരുന്നതിരുവർ സന്നദ്ധരായിട്ട്. എന്തോ തീരുമാനിച്ചുറപ്പിച്ചു വരുന്നവരെ പോലെ തോന്നുന്നു. നേരെ ധരിച്ചു വരിക നീ വേഗേന, നീ നേരെ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുക. ധീരന്മാരെത്രയും എന്ന് തോന്നും കണ്ടാൽ. ദൂരെ നിന്ന് കാണുകയാണെങ്കിലും അവരെ കാണുമ്പോൾ നല്ല ധീരന്മാരാണ് എന്ന് തോന്നുന്നുണ്ട്. അഗ്രജൻ ചൊല്ലുകയാൽ എന്നെ ബലാലിങ് നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ. അഗ്രജൻ, ഇവിടെ ബാലി, ജ്യേഷ്ഠനായ ബാലി എന്നെ കൊല്ലാനായിട്ട് ആളുകളെ അയച്ചതാണോ? അങ്ങനെ ആവുമോ എന്നൊരു സംശയം. കാരണം വരുന്നവർ വിക്രമമുള്ളവർ, നല്ല പരാക്രമശാലികളാണ്. അവരുടെ തേജസ് കൊണ്ട് ദിക്കുകളൊക്കെ വിളങ്ങുന്നു. കാണുക നീ നോക്കൂ, ആ വരുന്ന വഴി തന്നെ തിളങ്ങുന്നത് പോലെയുണ്ട്. എന്നാൽ അവർ ധരിച്ച് വേഷം താപസവേഷമാണ്. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപം ബാണ അസി. കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്, ശസ്ത്രങ്ങളും എല്ലാ ആയുധങ്ങളോടും കൂടിയാണ് വരുന്നത്. ഒരു കാര്യം ചെയ്യുക, നീ ഒരു വിപ്രവേഷം, ഒരു ബ്രാഹ്മണന്റെ വേഷം പൂണ്ട് അവരോട് വായുസുത, വായുപുത്ര ചെന്ന് ചോദിച്ചറിയണം. ഇനി നമുക്ക് ഒരാളുടെ മനോഗതം അറിയാൻ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം. അവരുടെ വക്ത്രം, മുഖം, നേത്രം, കണ്ണിൽ നോക്കി സംസാരിക്കുക. അതുപോലെ ആലാപം, വർത്തമാനത്തിൻ്റെ ഒരു കാപട്യമില്ലായ്മ, ഈ ഭാവങ്ങൾ കൊണ്ട് അവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ട് അറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിൽ. നിനക്ക് തോന്നുന്നു അവർ നമ്മുടെ ശത്രുക്കളാണ് എങ്കിൽ നീ കൈകൊണ്ട് അടയാളം കാണിക്കണം. അതല്ലെങ്കിൽ നിന്നുടെ വക്ത്രപ്രസാദ മന്ദസ്മേര സജ്ഞയാ, നിറഞ്ഞ ഒരു ചിരിയോടുകൂടെ നീ എന്നെ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. അപ്പോൾ ഞാനും കരുതിക്കൊള്ളാം നമ്മുടെ മിത്രമാണ് എന്ന്. കർമ്മസാക്ഷി സുതൻ, കർമ്മസാക്ഷി, എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള സൂര്യന്റെ മകനായ സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് അവൻ, ഹനുമാൻ, ബ്രഹ്മചാരി വേഷം ആലംബ്യ, ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തെ അണിഞ്ഞിട്ട് അങ്ങനെ ആയിത്തീർന്നു. രൂപമാറ്റം സംഭവിച്ചു. എന്നിട്ട് സാദരം അഞ്ജസാ ചെന്ന് നമസ്കരിച്ചിടിനാൻ. അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം, ഭർത്താവ് എന്നാൽ സ്വാമി എന്നർത്ഥം. തൻ്റെ സ്വാമിയായിരിക്കുന്ന ആ ഭഗവാന്റെ പാദാംബുജത്തിൽ നമസ്കരിച്ചു. കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാർ, കുഞ്ചരന്മാർ എന്നാൽ ശ്രേഷ്ഠന്മാർ, കഞ്ചവിലോചനന്മാർ താമരക്കണ്ണന്മാരായിട്ടുള്ള ആ മനുഷ്യ ശ്രേഷ്ഠന്മാരെ തൊഴുതു വിനീതനായി. എന്നിട്ട് ഹനുമാൻ പറയുകയാണ്, അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ട് ഇങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും. അങ്കജൻ കാമദേവൻ, കാമദേവനെ തന്നെ ജയിക്കുന്ന അതുപോലൊരു കാന്തി, അങ്ങനെയുള്ള നിങ്ങളിരുവരും ആരെന്നറിയുകയിൽ ആഗ്രഹമുണ്ടത് നേരെ പറയണം എന്നോട് സാദരം. അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ വലിയ സന്തോഷം. ദിക്കുകൾ ആത്മഭാസ ഇവ, നിങ്ങളുടെ ആത്മഭാസം, നിങ്ങളുടെ ആ പ്രകാശം കൊണ്ട് ദിക്കുകളൊക്കെ ശോഭിപ്പിക്കുന്നു. അതുകൊണ്ട് അർക്കനിശാകരന്മാരെന്ന് തോന്നുന്നു. സൂര്യചന്ദ്രന്മാരായിട്ടുള്ള ദേവന്മാർ വേഷം മാറി വന്നതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇനി അല്ലെങ്കിൽ ത്രൈലോക്യ കർത്തൃഭൂതന്മാർ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണോ നിങ്ങൾ?
ഭവാന്മാരെന്ന് ആലോക്യ ചേതസി ഭാതി സദൈവമേ. അവർ വേഷം മാറി രണ്ട് ആളായിട്ട് വന്നിരിക്കുകയാണോ എന്ന് എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ട്. ഇനി വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നിയേ. ഇനിയല്ല, ഏറ്റവും സുന്ദരന്മാരായിട്ടുള്ള ദേവന്മാരാണ് അശ്വിനി ദേവന്മാർ. അവരാണോ ഇനി? അഥവാ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്തിന് കാരണഭൂതന്മാരായിട്ടുള്ള ഈശ്വരന്മാരാണോ നിങ്ങൾ? നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു. ഞാൻ കേട്ടിട്ടുണ്ട് പല ദേവന്മാരും ഇങ്ങനെ മായയാ മനുഷ്യ വേഷം പൂണ്ടിട്ട് ഭൂമിയിൽ വന്ന് സഞ്ചരിക്കും. ലീലയാ ഭൂഭാരനാശനാർത്ഥം. കണ്ണിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അധർമ്മം കാണുമ്പോൾ അപ്പോൾ തന്നെ അവരെ നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പരിപാലനത്തിന് ഭക്തന്മാരുടെ പരിപാലനത്തിന് മഹീതലെ ഭൂമിയിൽ വന്ന് രാജന്യവേഷേണ പിറന്നൊരു ക്ഷത്രിയ വേഷത്തിൽ പിറന്ന പുണ്യപുരുഷന്മാർ, പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതവും. ജഗത്തിൻ്റെ സംഹാരവും സ്ഥിതിയും സംഹാരവും സൃഷ്ടിയും, സർഗം എന്നാൽ സൃഷ്ടി, ഇവ നടത്താൻ ഉദ്യതവും കർത്തും ഉദ്യതവും ചെയ്യാൻ ഉദ്യമിക്കുന്ന പൂർണ്ണ ഗുണവാന്മാരും പുണ്യപുരുഷന്മാരുമായിട്ട്, അതുപോലെ ലീലയാ നിത്യസ്വതന്ത്രന്മാരായിട്ട് നടക്കുന്ന മുക്തി നൽകും നരനാരായണന്മാരെന്ന് ഉൾത്താരിൽ ഇന്ന് തോന്നുന്നു നിരന്തരം. അപ്പോൾ ഓരോരുത്തരെയായിട്ട് അവരാണോ എന്ന് ചോദിക്കുകയാണ്. യുദ്ധം പറഞ്ഞ് തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്തമൻ, പശ്യ സഖേ. ലക്ഷ്മണനെ വിളിച്ചു പറയുകയാണ്, വടുരൂപിണം, ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഇവനെ നീ കാണൂ. ആ വാക് ചാതുര്യയെക്കുറിച്ചാണ് പറയുന്നത്. നിശേഷ ശബ്ദശാസ്ത്രം, വ്യാകരണം മുഴുവൻ അനേന ഇവനാൽ ശ്രുതം കേട്ടിട്ടുണ്ട്. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ, ഈ പറഞ്ഞവയിൽ ഒരു അപശബ്ദം പോലുമില്ല, അനാവശ്യമായ ഒരു വാക്കുപോലും ഇവൻ ഉച്ചരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൻ നല്ല വൈയാകരണൻ, വ്യാകരണ പണ്ഡിതനാണ് എന്ന് നിർണയം. വടു എന്നാൽ ഈ ബ്രാഹ്മണൻ അങ്ങനെയാണെന്ന് ഞാൻ നിർണയിക്കുന്നു. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. ഇത് യഥാർത്ഥത്തിൽ വാനരശ്രേഷ്ഠനാണ് എന്ന് എഴുത്തച്ഛനാണ് പറയുന്നത്. രാമൻ എന്നെന്നുടെ നാമം, ദശരഥ ഭൂമിപാലേന്ദ്ര തനയൻ, ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ. കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. എന്താണ് നടന്നതെന്ന് ഞാൻ പറയാം. ജാനകിയാകിയ സീത എന്ന് ഉണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ, താതനിയോഗേന കാനനസിന്നി യാതന്മാരായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു വന്നതാണ് രാജകൊട്ടാരത്തിൽ നിന്ന് തപസ് ചെയ്തിടുവാൻ. അങ്ങനെ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാൾ അതിചണ്ഡനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു, കണ്ടീല അവളെ ഒരേടത്തും ഇന്നിഹ. ഇപ്പോൾ ഞങ്ങൾക്ക് കണ്ടുകിട്ടി നിന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നീ ആരടോ സഖേ, ചൊല്ലിയിടുക എന്നത് കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. കൗതുകം പൂണ്ട് അങ്ങനെ ചൊല്ലുകയാണ്, പറയുകയാണ്. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നു, ഇതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. എല്ലായ്പ്പോഴും സുഗ്രീവന്റെ കൂടെ തന്നെ ഞങ്ങളുണ്ട്. അഗ്രജനാകിയ സുഗ്രീവന്റെ ജ്യേഷ്ഠനാകിയ ബാലി കപീശ്വരൻ ഉഗ്രൻ ആട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ, അനുജനെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. സുഗ്രീവനുള്ള പരിഗ്രഹം, സുഗ്രീവന്റെ ഭാര്യയെ തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. അപ്പം അവിടെ ബാലി ചെയ്ത അധർമ്മത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ.
സൂര്യപുത്രനായ സുഗ്രീവൻ ഇവിടെ ഋഷ്യമുഖാചലം വളരെ സുരക്ഷിതമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടമായതിനാൽ അവിടെ വന്നിരിക്കുന്നു. ഞാൻ അവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ, വായുതനയനാണ് മഹാമതേ. നാമധേയം ഹനുമാൻ, അഞ്ജനാത്മജൻ, ഞാൻ അഞ്ജനയുടെ മകനാണ്. ആമയം തീർത്ത് രക്ഷിച്ചുകൊള്ളേണമേ, എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേണം. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ സഖ്യം ചെയ്താൽ ഭഗവാന്റെ രാമചന്ദ്രന്റെ ശത്രുവിനെ, ജാനകിയെ കട്ടുകൊണ്ടുപോയവനെ സുഗ്രീവൻ സഹായിച്ചിട്ട് വധിക്കാം. അതുപോലെ സുഗ്രീവന്റെ ശത്രുവായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ബാലിയെ ശ്രീരാമചന്ദ്രനും വധിക്കാം. അങ്ങനെ പരസ്പരം നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ സാധിക്കും. വേല ചെയ്യാം അതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. അങ്ങേക്കു വേണ്ടി എന്ത് കാര്യവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, അങ്ങല്ലാതെ വേറെ ആശ്രയമില്ല. ഇത്തം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളു ഉൾത്താപമെല്ലാം അകലും ദയാനിധേ. ഇങ്ങനെ ഈ പറഞ്ഞത് അങ്ങേക്ക് സമ്മതമെങ്കിൽ, തിരുമനസ്സെങ്കിൽ എഴുന്നള്ളുക, എൻ്റെ കൂടെ വരിക. ഉൾത്താപമെല്ലാം അകലും, അങ്ങയുടെ ദുഃഖവും എല്ലാം ഇല്ലാതാകും ദയാനിധേ എന്നുണർത്തിച്ചു. നിജ ആകൃതി കൈകൊണ്ടു, വീണ്ടും തൻ്റെ ആ വാനരവേഷത്തെ കൈക്കൊണ്ടു. നിന്നു തിരുമുമ്പിലമ്മാറു മാരുതി. പോക മമ സ്കന്ധമേറിയിടുവിൻ, എൻ്റെ തോളത്ത് കയറുവിൻ. നിങ്ങൾ ആകുലഭാവം അകലെ കളഞ്ഞാലും ഈ ദുഃഖഭാവമൊക്കെ കളയുക. സുഗ്രീവൻ സഹായിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു കണ്ട് ഉത്പലനേത്രൻ അനുവാദവും ചെയ്തു. അപ്പോൾ ശബരി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഹനുമാനും പറയുന്നത്. അതാണ് ശബരി പറഞ്ഞ വാക്കുകൾ ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ ഓർത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ പല പ്രതിസന്ധികളിലും നമ്മളാകെ ആകുലപ്പെടും, എന്തായിരിക്കും സംഭവിക്കുക എന്ന്. എന്നാൽ മുൻകൂട്ടി എല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കുറച്ച് ക്ഷമയോടെ നമ്മൾ കാത്തിരുന്നാൽ അത് കൃത്യമായിട്ട് വരേണ്ട സമയത്ത് വരിക തന്നെ ചെയ്യും എന്നാണ് ഈ കഥാസന്ദർഭമൊക്കെ നമ്മെ കാണിച്ചു തരുന്നത്. ഓരോരുത്തരെ കണ്ടുമുട്ടുന്നതിലൂടെ, ഇപ്പം സർവജ്ഞനാണ് ഭഗവാൻ, എന്നാലും നമുക്ക് ആ രീതിയിൽ കൂടെ ഒന്ന് ചിന്തിച്ചാൽ, നമ്മൾ മനുഷ്യരുടെ ജീവിതവുമായിട്ടെടുത്ത് നോക്കിയാൽ നമ്മെ സഹായിക്കാനുള്ള ആളുകളെ എവിടെയൊക്കെയോ ഭഗവാൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. കാണേണ്ട സമയത്ത് അവരെ നമ്മൾ കാണുക തന്നെ ചെയ്യും. അങ്ങനെ ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ ഈ ഒരു സന്ദർഭത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓം ശ്രീരാമചന്ദ്രായ